ഈ ഇപ്പോൾ വളർന്നു വരുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ വൈഫാണ്. നാളേക്ക് നാളെ നമുക്ക് 100 കോടിയുടെ കാസ്റ്റ് വരാൻ പോവാണ്. അപ്പം നമ്മൾ വളർന്നു വരുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ വൈഫാണ് നീ. അപ്പം നീ എന്തിനാ ഈ നാട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് അവർക്ക് മേക്കപ്പ് ചെയ്യാൻ നിൽക്കണത്? നീ ആ ജോലിയൊക്കെ ഉപേക്ഷിക്ക്. സുധി എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഈ ജോലി നിർത്തുന്ന പ്രശ്നമില്ല. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണ്. ഇത് ഞാൻ നിർത്തുന്ന പ്രശ്നമേ ഇല്ല. സച്ചേട്ടാ, എവിടെ സച്ചേട്ടനത് കൊണ്ടുവച്ച്? എവിടെയും കാണുന്നില്ല. ഇല്ലേ? എൻ്റെ ദൈവമേ, പെട്ടല്ലോ. ആ ഫോണിന് ആരുടെയെങ്കിലും കയ്യിൽ കിട്ടി. അതിലാണല്ലോ ശരത്ത് അമ്മയുടെ പൈസ മോഷ്ടിക്കുന്ന വീഡിയോ ഉള്ളത്. അത് ആരെങ്കിലും കണ്ടാൽ അതോടെ എല്ലാം തീർന്നു. കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പനീർപ്പൂവിലേക്ക് സ്വാഗതം. അടിച്ച് ഫിറ്റായ സച്ചി, സുധി, ശ്രീകാന്ത് ഇവരേനെയൊക്കെ പുറത്താക്കി വാതിലടച്ച് പിന്നീട് പിറ്റേ ദിവസം തെറ്റൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരേനെ അകത്തേക്ക് കയറ്റിയാണ് രവീന്ദ്രൻ. അത് കഴിഞ്ഞു സുധീനെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോകുന്ന സുധിയുടെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് സച്ചിയുടെ ഫോൺ എടുക്കാൻ നോക്കുന്ന ആ സമയത്ത് സുധി പറയേണ്ടത് എനിക്ക് ഇക്കിളിയാവുന്ന ശ്രുതി പറയുമ്പോൾ ശരി പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സുധീനെ കൊണ്ട് അകത്തേക്ക് പോവാണ്. സുധീനെ റൂമിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി. എന്നിട്ട് പറയാണ്, പോയി ഫ്രഷ് ആയിട്ട് വരാൻ പറയാണ്. സുധി ഭയങ്കര ഫിറ്റായിരുന്നു കേട്ടോ ഇന്നലെ എന്ന് പറയുമ്പോൾ പറയും, ഞാൻ ഇന്നലെ ഒരു പോള് കണ്ണടച്ചിട്ടില്ല, എനിക്ക് ഉറക്കം വന്നിട്ടില്ല പറയുമ്പോൾ അത് ഉറക്കം വരാത്തല്ല, ഓഫായി പോയതാന്നൊക്കെ പറയാണ്. ഇനി മേലെ ഇത് ആവർത്തിക്കരുത്, ഇതൊക്കെ മോശമാണെന്നൊക്കെ പറയാണ്. സുധി പോയിട്ട് ഫ്രഷ് ആയിട്ട് പറഞ്ഞിട്ട് സുധീനെ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് തള്ളിവിടുന്ന സുധിയുടെ കോട്ട് എടുത്തിട്ട് കയ്യിൽ വെക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് സച്ചിയുടെ ഫോൺ എടുത്തിട്ട് ശ്രുതി മാറ്റി വെക്കുകയാണ്. അങ്ങനെ ശ്രുതിയുടെ കയ്യിൽ സച്ചിയുടെ ഫോൺ കിട്ടിയിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കാൻ. അപ്പോൾ ശ്രുതി ചെന്ന് വാതിൽ തുറക്കുമ്പോൾ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട്. സുധി സാറിൻ്റെ വീടല്ലേ ചോദിക്കുമ്പോൾ അതേ, ഞാൻ അദ്ദേഹത്തിൻ്റെ വൈഫാണ്, വരൂ എന്ന് പറയാണ്. അങ്ങനെ സുധീനെ വിളിച്ചിട്ട് വരുമ്പോൾ ഇവർ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, ഞാൻ സുധിയുടെ അമ്മയാണ്, ഇത് അച്ഛനാണ് പറയുമ്പോൾ കേട്ട് നിൽക്കണ സച്ചി രേവതിയും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയണ, അമ്മയാണ് അച്ഛനാണെന്ന് പറയണേട്ടിലും അത് അച്ഛൻ്റെ മോനാണെന്ന് പറയണതാണെന്നൊക്കെ പറയണം. അപ്പോൾ രേവതി പറയണ, സച്ചിയേട്ടാ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയാം. അങ്ങനെ ഡീലർമാർ വന്നിട്ട് പറയാണ്, സാറിന് കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ട് ഒരു ബൊക്കെയൊക്കെ കൊടുക്കുകയാണ്. ഞങ്ങളൊക്കെ നമ്പർ 1 ഡീലേഴ്സാണ്, പക്ഷെ ഞങ്ങളൊക്കെ കുറേ ശ്രമിച്ചതാണ് ആ കമ്പനിയുടെ ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് സാറിനാണല്ലോ കിട്ടിയത്. സാറ് പറയുമ്പോൾ ഷോപ്പ് തുടങ്ങിയിട്ട് അധികം ആയിട്ട് പോലും ഇല്ല. എന്നിട്ട് സാർ ഇത്രയും വലിയൊരു ഉയരത്തിലേക്ക് പറഞ്ഞെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ സാറിനുള്ളതാണ്. സാറിന് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സുധീനെ അഭിനന്ദിക്കണം. അപ്പോൾ സുധി പറയണേ, എന്താ ചെയ്യുക, ഞാൻ പെട്ടെന്ന് എനിക്ക് വളരാനൊന്നും അധികം സമയം വേണ്ട, അങ്ങനെ ആയിപ്പോയി, എനിക്ക് എൻ്റെ ഒരു ഇന്റലിജൻസ് ഒക്കെ അങ്ങനെയാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സുധീനെ തന്നെ പുകഴ്ത്താണ്. അപ്പോൾ സച്ചി ഇത് കേൾക്കുമ്പോൾ പറയുന്നത്, ശരിയാ അച്ഛൻ്റെ 50 ലക്ഷം എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞിട്ട് സച്ചിനെ ശാസിക്കണം. അപ്പോൾ രേവതിയും പറയണം, മിണ്ടാതിരിക്കും സച്ചിയേട്ടാ എന്ന് പറയാണ്. അങ്ങനെ അവർ പറയണം, സാർ ഞങ്ങൾ വന്നത് വേറൊരു കാര്യത്തിന്, സാർ ഇപ്പോൾ ഡീലർഷിപ്പ് എടുക്കണ്ടല്ലോ, ആ കമ്പനിയുടെ സബ് ഡീലർഷിപ്പെങ്കിലും ഞങ്ങൾക്ക് വാങ്ങിത്തരുമോ സാർ, ഞങ്ങൾ നന്നായി വർക്ക് ചെയ്തോളാം എന്നൊക്കെ പറയാണ് അവർ പറയുമ്പോൾ സുധി പറയണ, സബ് ഡീലർഷിപ്പ് അല്ലേ, നോക്കട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഏതൊക്കെ കമ്പനീനെ കോണ്ടാക്ട് ചെയ്യും, നിങ്ങൾ ഏതൊക്കെ കമ്പനിയിൽ പ്രൊഡക്റ്റ് ഡീലാക്കും, അതിൻ്റെയൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്കൊന്ന് മെയിൽ ചെയ്യും, അതൊക്കെ പഠിച്ചിട്ട് ഞാൻ ആലോചിച്ച് നോക്കട്ടെ എന്ന് പറയാണ്. ഓക്കെ സാർ, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ സുധിക്ക് ഷെയ്ക്കൻഡ് കൊടുക്കുമ്പോൾ സുധി ഷെയ്ക്കൻഡ് കൊടുക്കാതെ ആ കൊടുക്കാൻ പോയ കൈ പിൻവാക്കം വെച്ചിട്ട് പൊക്കോ പറഞ്ഞിട്ട് അവരെ ആട്ടി വിടണ പോലെ വിടാണ്. അപ്പോഴേക്കും സുധി വേറെ ലെവലിലായി, അഹങ്കാരം തലയ്ക്ക് മൂത്തിട്ട സുധിയുടെ. എന്നിട്ട് സുധി വന്നിട്ട് സോഫയിൽ വന്നിട്ട് ഇങ്ങനെ കാലും കയറ്റിയിരിക്കുകയാണ്. കാലും കയറ്റിയിരിക്കുമ്പോൾ രവീന്ദ്രനോട് ചന്ദ്രമതി പറയും, കണ്ടില്ലേ രവിയേട്ടാ, അവൻ നന്നായത് കണ്ടില്ലേ, ഞാൻ പറയാറില്ലേ അവൻ നന്നാവുന്നു, അപ്പം നിങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ലല്ലോ, ഇപ്പം മനസ്സിലായില്ലേ അവൻ നന്നാവുമെന്ന്, അവൻ്റെ നില കണ്ടില്ലേ, ഇപ്പം അവൻ എത്ര പെട്ടെന്ന് ഉയർന്ന നിലയിലെത്തി എന്നൊക്കെ പറയണം. അപ്പം ഇത് കേൾക്കുമ്പോൾ സുധി പറയണം, അമ്മേ വീടിനുള്ളിലൊക്കെ ഇവന്നൊക്കെ വിളിക്കാം, പക്ഷേ ഞാനിപ്പോൾ ഒരു വളർന്നു വരുന്ന വലിയൊരു ബിസിനസ്മാൻ, അത് കാരണം ആൾക്കാർ മുമ്പിൽ വെച്ചിട്ടൊന്നും എന്നെ ഇവന്നൊന്നും വിളിക്കരുത്, എനിക്ക് അതിനുള്ള ബഹുമാനം തരണം എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയും, ഡാ സുധി, നിന്റെ അമ്മയാടാ വിളിച്ചത്, വേറെ ആരല്ല, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം എന്ന് പറയുമ്പോൾ സച്ചി പറയും, അച്ഛാ അവനതൊന്നും പിടിച്ചിട്ടില്ല അച്ഛാ, അവൻ വലിയ വളർന്നു വരുന്ന ബിസിനസ്മാൻ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീനെ കുറ്റപ്പെടുത്തുമ്പോൾ ചന്ദ്രമതി പറയും, സുധി പറഞ്ഞത് ശരി തന്നെ, ഞാൻ നോക്കണമായിരുന്നു, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങനെ അവിടുന്ന് പോവാണ്. അവിടുന്ന് അങ്ങനെ പോകുമ്പോൾ സുധിക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം, സുധിക്ക് വളർന്നു വരുന്ന ബിസിനസ്മാനാണ്, അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ടാണ് ചന്ദ്രമതി പോകുന്നത്.
അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ സച്ചി രേവതി അവിടെ നിന്ന് പോകുമ്പോൾ ശ്രുതി പറയാണ്, ശ്രുതിയോട് കണ്ടില്ലേ ശ്രുതി അവൻ പറയണത്, ഞാൻ അപ്പോൾ സച്ചി പോണ പോക്കിൽ പറയണ്ട, നീ വല്ലാതെ അഹങ്കരിക്കേണ്ട, മുകളിലേക്ക് പോയ പോലെ താഴത്തേക്ക് ടീംന്ന് വരാൻ അധികം സമയമൊന്നും വേണ്ട, അഹങ്കാരം മൂത്ത് നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങനെ വാണിംഗ് കൊടുത്തിട്ടാണ് പോണത്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയും, ശ്രുതി അതൊന്നും കാര്യമാക്കണ്ട, ഒരു കണക്കിൽ അവൻ പറഞ്ഞാലും കാര്യമില്ലേ, ഓരോരുത്തരുടെയും അവസ്ഥകൾ മാറുന്നതൊക്കെ വളരെ പെട്ടെന്നല്ലേ, അത് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണ്, ശ്രുതി അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയാണ് ശ്രുതി. പക്ഷെ ശ്രുതിക്ക് മനസ്സിൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ആ ഫോൺ ശ്രുതിയുടെ കൈക്കലായല്ലോ, സച്ചിയുടെ ഫോണ്. അത് കഴിഞ്ഞ് സച്ചി പറയേണ്ട രേവതിയോട്, രേവതി എനിക്ക് തലവേദനിച്ചിട്ട് വയ്യ രേവതി, എനിക്കൊരു ഗ്ലാസ് ചായ കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ, തലവേദനിച്ചതേ ഇന്നലെ മൂക്കറ്റം കള്ള് കുടിച്ചതിൻ്റെന്ന് പറയുമ്പോൾ, വയ്യ രേവതി ഈ ചായക്ക് തീരെ കടുപ്പില്ലല്ലോ എന്നൊക്കെ പറയണ രേവതിയുടെ ചായക്ക് കടുപ്പില്ലാണ്ടല്ല, നിങ്ങൾക്ക് ഇന്നലെ കുടിച്ചതിൻ്റെ ഹാങ് ഓവർ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ചീത്ത പറയാണ്. എന്തൊരു കഴിക്കലായിരുന്നു ഇന്നലെ കഴിച്ചത്, അതൊന്നല്ല ഞാൻ കഴിക്കാറുണ്ടല്ലോ, പക്ഷെ ഇങ്ങനെ തലവേദനയൊന്നും പതിവില്ലല്ലോ എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞിട്ട് രേവതി പറയണെന്ന്, സച്ചേട്ടൻ ഇന്ന് ഓട്ടം പോണ്ട, പിന്നെ ഓട്ടം പോവാതെ സച്ചേട്ടൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ എന്നൊക്കെ പറയണം. അങ്ങനെ സച്ചി പോയി കുളിച്ചു, ഫ്രഷ് ആയിട്ട് വന്നിട്ട് സച്ചി നോക്കണ സമയത്ത് എന്താ അവിടെ സംഭവിക്കണമെന്ന് അറിയാമോ കൂട്ടുകാരെ? സച്ചിയുടെ ഫോൺ കാണുന്നില്ല. അപ്പോൾ സച്ചി കുളി കഴിഞ്ഞ് വന്ന് റെഡിയൊക്കെ ആയപ്പോൾ രേവതി പറഞ്ഞു, ഞാൻ ഫുഡ് എടുത്തേക്കാം സച്ചിയേട്ടെന്നൊക്കെ പറയുമ്പോൾ, വേണ്ട ഫുഡ് വേണ്ട ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ തിരിയണ സമയത്താണ് ഫോൺ കാണാത്ത വിവരം സച്ചി അറിയുന്നത്. അയ്യോ എൻ്റെ ഫോൺ എവിടെ? രേവതി എന്താ ചോദിക്കുമ്പോൾ പറയാം, എൻ്റെ ഫോൺ കാണാനില്ല. നന്നായി, അന്ന് ഇതുപോലെ മൂക്കറ്റം വെള്ളടിച്ച് വന്നിട്ടാണ് പിറ്റേ ദിവസം ഫോൺ കാണാണ്ടായത്, ഇപ്പോഴും അങ്ങനെ തന്നെയായോ? എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടു ഫോൺ ചോദിക്കണം രേവതി. എൻ്റെ ഫോൺ കൊണ്ടുപോവാ, ഫോൺ കാണാനില്ല, വേഗം എടുത്തിട്ട് വാന്ന് പറയണ സച്ചി കിടന്ന് പരിഭ്രാന്തനാവാണ്. അപ്പോൾ രേവതി പറയണേ, ഇതെന്തിനാ എന്നോട് ദേഷ്യപ്പെന്നെ, പോയി നോക്കാം അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഹാളിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ ഫോൺ നോക്കാൻ വേണ്ടിയിട്ട് സച്ചി വിടാണ്. രേവതി ഹാളിൽ പോയി നോക്കണു, അടുക്കളയിൽ നോക്കണു, എല്ലായിടത്തും പോയി നോക്കണു, പക്ഷെ സച്ചിയുടെ ഫോണിൻ്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. പക്ഷെ ഇവർ ഈ ഫോൺ തിരയുന്നത് മുഴുവൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ശ്രുതി. പക്ഷെ ശ്രുതിയുടെ കയ്യിലാണുള്ള ഫോൺ. അപ്പൊ ശ്രുതി അതിൻ്റെ ഇടയിൽ കൂടി ചോദിക്കണ്ട, എന്താ നിങ്ങൾ തരുന്നത്? അതേ സച്ചിയുടെ ഫോൺ കാണാനില്ല പറയണം. അപ്പൊ ശ്രുതി ഇങ്ങനെ പറയാണ്, ഇന്നലെ മൂക്കറ്റം കുടിച്ചതല്ലേ, അത് എവിടെയെങ്കിലും വീണ് പോയി കാണും, അല്ലെങ്കിൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലാണ്ട് ഇപ്പൊ എവിടെ പോവാനാന്നൊക്കെ പറയുമ്പോൾ സച്ചി ഇങ്ങനെ സംശയത്തോടു കൂടി ശ്രുതിനെ നോക്കണുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി അത് പറഞ്ഞിട്ട് നിൽക്കാണ്. ഇവര് തെരച്ചില, ഫോൺ എവിടെയും കാണില്ല. അപ്പൊ സച്ചി പറയണ, എൻ്റെ ഫോൺ പിന്നെ എവിടെ പോയി ചോദിക്കുമ്പോൾ രേവതി പറയും, ഞാൻ നോക്കല്ലേ സച്ചേട്ടാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടണം എന്നോട്, എനിക്കറിയോ നിങ്ങളുടെ ഫോൺ എവിടെയാന്ന്, ഓർമ്മയില്ലാണ്ട് അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടാവും ഫോൺ കാണാത്തെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് തെരഞ്ഞു, എവിടെയും കാണാല്ലേ. അപ്പൊ രേവതിയോട് പറയും, രേവതി നിന്റെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് ഒന്ന് അടിക്കുകയെന്ന് പറയണം. അപ്പൊ രേവതി ഫോണിലേക്ക് അടിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അപ്പൊ രേവതി പറയണ്ട, ഇല്ല സച്ചേട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയണത് എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയും, ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എൻ്റെ കസ്റ്റമേഴ്സ് മുഴുവൻ അതിലേക്കാണല്ലോ വിളിക്കുക, ആരുടെ നമ്പറാണെങ്കിൽ എനിക്ക് ബൈഹാർട്ട് അറിയൂല എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയും, ഒരു കാര്യം ചെയ്യും സച്ചേട്ട, എൻ്റെ ഫോൺ കൊണ്ടൊക്കെ പറയണം. അപ്പം നിന്റെ ഫോൺ എനിക്ക് കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, നിന്റെ ഫോൺ കിട്ടിയിട്ട് എന്താ എനിക്ക് ഉപകാരം ഉള്ളതെന്നൊക്കെ ചോദിക്കുകയാണ്. അത് കഴിയുമ്പോൾ രേവതി പറയല്ല സച്ചേട്ടാ, ഇന്നലെ നമ്മള് ഹോട്ടലിലല്ലേ ഉണ്ടായിരുന്നത്, അപ്പോൾ സച്ചേട്ടൻ കുടിച്ചിട്ട് നല്ല ഫിറ്റല്ലേ ഉണ്ട്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഫോൺ അവിടെ എവിടെയെങ്കിലും വീണുണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഹോട്ടലിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ടാവില്ലേ, സച്ചേട്ടനൊന്ന് പോയി അന്വേഷിച്ചൂടെ ചോദിക്കണം. അപ്പോൾ സച്ചി പറയണം, അത് ശരിയാണല്ലോ, ഒന്നര ഹോട്ടലിലാണല്ലോ അല്ലേ ഞാൻ അടിച്ച് ഓഫായത്, അപ്പോൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. ഇല്ല രേവതി, ഞാൻ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് ഫോണെന്ന് പറയണം. എന്നാലും ഒന്ന് പോയി അന്വേഷിക്കല്ല സച്ചിയേട്ടാ, ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും വീണുണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയണം, ശരി ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ ഹോട്ടലിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. പക്ഷെ സച്ചി ഉറപ്പിച്ച് പറയണ്ടേ, സച്ചിയുടെ ഫോൺ സച്ചി കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് പറയണ്ട്. പക്ഷേ സത്യം നമുക്കറിയാം, കണ്ടുകൊണ്ടിരിക്കണം നമുക്കറിയാം എന്ത് പറ്റി ഫോണിന്, ആരാ അത് അടിച്ചു മാറ്റിയതെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അത് കഴിഞ്ഞു. പിന്നെ ശ്രുതി വന്നിട്ട് റൂമിൽ വന്നിട്ട് പറയണ, അപ്പോൾ ശ്രുതി ഇങ്ങനെ ഇരുന്നിട്ട് പേഴ്സിന്ന് സച്ചിയുടെ ഫോൺ എടുത്തിട്ട് ആ വീഡിയോ ഇങ്ങനെ കാണുകയാണ് കേട്ടോ. ആ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് ശ്രുതി ഫോൺ വീണ്ടും പേഴ്സിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് പറയണ, ഇനി ബാക്കി ആൻ്റണി നോക്കിക്കോളും ഇങ്ങനെ സന്തോഷത്തോടു കൂടി ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ശ്രുതി വന്നിട്ട് പറയണ, ശ്രുതി ഇപ്പം നിന്റെ ആഗ്രഹം പോലെയൊക്കെ നടന്നൂല്ലോ അല്ലേ ചോദിക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് ഞെട്ടാണ്, ദൈവമേ ഫോണെങ്ങാനും ശ്രുതി കണ്ടോ, എന്താ ശ്രുതി ഉദ്ദേശിച്ച് ചോദിക്കുമ്പോൾ പറയണ, അല്ല നിനക്കല്ലേ ഞാനൊരു വലിയ നിലയിൽ എത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പം നിന്റെ ആഗ്രഹം പോലെ നടന്നില്ലേ, ഞാൻ വലിയ നിലയിലെത്തിയില്ലേ, ഇനി നമ്മൾ ഉയരങ്ങളിലെത്തും, ഇപ്പൊ നിന്റെ ഭർത്താവ് ആരാ,
കോടിക്കണക്കിന് ആസ്തിയാവാൻ പോണ വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ് എന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയും, ശ്രുതി നീ ഇങ്ങനെ ഇരിക്കാതെ വേഗം പുറപ്പെട്ട് ഷോപ്പിലേക്ക് പോ, എനിക്ക് 2-3 ഡീലർമാരെ കാണാനുണ്ട്, അത് അവരെയൊക്കെ കണ്ടിട്ടേ ഞാൻ ഷോപ്പിലേക്ക് വരുള്ളൂ, നീ ഷോപ്പിലേക്ക് ചെല്ലിയ പറയുമ്പോൾ ശ്രുതി പറയും, അത് പിന്നെ ശ്രുതി എനിക്കൊരു 4 ക്ലയൻസിൻ്റെ വീട്ടിൽ പോയിട്ട് മേക്കപ്പ് ചെയ്യണ്ടേ, ഞാൻ അവരെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടേ വരൂ, അവരെ കളയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അതെന്താ നീ ഇന്നലെ എന്നോട് പറയാൻ ചോദിക്കുമ്പോൾ ഇന്നലെ നമ്മുടെ ഫംഗ്ഷൻ്റെ തിരക്കൊക്കെ അല്ലേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല, വിട്ടുപോയി എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയും, 4 ക്ലയൻസ് പോയ പോട്ടെ ശ്രുതി, അതിലാണ് ഇപ്പം ഇത്ര വലിയ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ക്ലയൻസിന് കളയാൻ പറ്റില്ല, നാളെ അവരെ എനിക്ക് ആവശ്യമുള്ളതാണ്, ഇന്ന് ഞാൻ അവർ പറയുന്നിടത്ത് പോയാലേ നാളെ അവർ വീണ്ടും എൻ്റെ അടുത്തേക്ക് വരുള്ളൂ, അവരെ കളയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, നിനക്കൊരു കാര്യം അറിയോ, വളർന്നു വരുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ ഭാര്യ, നീ ഒരു കോടീശ്വരനാവാൻ പോണ ആളുടെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ നാട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് അവർക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ചിലായിരിക്കാം ശ്രുതി, നീ അതെന്താ ആലോചിക്കാത്ത, ഞാൻ പറയാ ഇനി നമ്മൾ ഇത്തിരി കൂടിയൊക്കെ ഡെവലപ്പായ നീ ജോലിയൊക്കെ നിർത്തുക നിനക്ക് നല്ലതെന്ന് പറയുമ്പോൾ ശ്രുതി പറയും, നടക്കില്ല, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി, ഇത് ശ്രുതി എന്നല്ല ആര് പറഞ്ഞാലും ഞാൻ ഈ ജോലി നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഈ ജോലിക്ക് പോവുക തന്നെ ചെയ്യും, എനിക്കിത് ഒഴിവാക്കാൻ പറ്റില്ല, ഞാൻ അത് നിർത്തൂല പറയണ ശ്രുതി അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ശ്രുതി ഞെട്ടിയിട്ട് ഇങ്ങനെ തല ആട്ടണം. അങ്ങനെ ശ്രുതിക്ക് മനസ്സിലായി ശ്രുതി പറയണടത്തൊന്നും ശ്രുതി നിൽക്കില്ല, ശ്രുതി പോവുക തന്നെ ചെയ്യുന്നു. പക്ഷേ ശ്രുതിയുടെ മനസ്സിലെന്താ, ക്ലയൻറ്റിനെ കാണാൻ പോകണമെന്ന് വേണ്ടി ശ്രുതി പോണത് എവിടേക്കാന്ന് നമുക്കൊക്കെ ഓൾറെഡി അറിയാം, ആരെ കാണാനാണ് പോണതെന്ന്. കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്തോളൂ, എന്തായിരിക്കും നാളത്തെ കഥയുടെ ബാക്കി ഉണ്ടാവുകയെന്ന്. അറിയാവുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ. എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്നത് നിർണായകമായ രേവതിയുടെ സച്ചിയുടെ ജീവിതമാണ്. ആ ഒരു വീഡിയോ ചന്ദ്രമതി കണ്ടാലുള്ള അവസ്ഥ എന്താവുമെന്ന് നിങ്ങൾക്കൊക്കെ ഊഹിക്കാമല്ലോ. നിങ്ങളുടെ ഊഹങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നാളത്തെ കഥയുമായി വീണ്ടും വരാം. താങ്ക് യു.